അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്കാണ്. ശ്രീ പത്മനാഭൻ, ഈ മരമുറി ഉണ്ടായ സമയത്ത്, ഈ വിവാദമായ സമയത്ത് സർക്കാർ, റവന്യൂ വകുപ്പ് എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ആ കർഷകരെ ഒരു തരത്തിലും ദ്രോഹിക്കില്ല, കർഷകർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പക്ഷേ വനവാസി വിഭാഗത്തിൽപ്പെടുന്ന അടക്കം 29 കർഷകർക്ക് വീണ്ടും റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ കൃത്യമായ കാര്യങ്ങൾ കാണിച്ചില്ല എങ്കിൽ നഷ്ടപരിഹാരമടക്കം നിങ്ങളിൽ നിന്ന് ഈടാക്കുമെന്ന് റവന്യൂ വകുപ്പ് പറയുകയാണ്. എന്താണ് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന കള്ളക്കളികൾ? അത് സാക്ഷിയാവേണ്ടവരൊക്കെ പ്രതിയാവേണ്ടവരൊക്കെ സാക്ഷിയായി. ഈ കേരള സർക്കാർ അവരുടെ ഉദ്യോഗസ്ഥന്മാര് 2020 ഒക്ടോബർ മാസത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാമെന്ന്. പട്ടയഭൂമിയിലെ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാം. ആ ഉത്തരവ് കാണിച്ചുകൊണ്ട് ഈ മരമുറി സംഘം, ഈ മാഫിയ സംഘം ഈ കൃഷിക്കാരെ സമീപിക്കുകയാണ്. എന്നിട്ട് അവരോട് നിങ്ങൾക്ക് ചന്ദനം ഒഴികെയുള്ളത് മുറിക്കാനുള്ള അവകാശമുണ്ട്, അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കാണിച്ചിട്ട് അവർക്ക് വളരെ തുച്ഛമായ പൈസ കൊടുത്ത് വലിയ മരങ്ങൾ, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി അവർ കൊണ്ടുപോവുകയാണ്. ഈ മരം മുറി കഴിയുമ്പോഴേക്കും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ഉത്തരവ് തിരുത്തപ്പെടുകയാണ്. അപ്പോൾ ഈ കൃഷിക്കാർക്ക് പലർക്കും ഇപ്പോഴും അവര് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത തുച്ഛമായ പൈസ പോലും മുഴുവനായി കൊടുത്തിട്ടില്ല. അപ്പോൾ കൃഷിക്കാര് ഈ മരം മുറിക്കാൻ അനുവാദം കൊടുത്തത് 2 സാഹചര്യത്തിലാണ്. ഒന്ന്, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവര് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണ്. വില സ്ഥിരതയില്ല, അതുപോലെ പ്രകൃതി ദുരന്തങ്ങളുണ്ട്, മറ്റു പ്രയാസങ്ങളുണ്ട്. അവരെ സാമ്പത്തികമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, കുടുംബപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുന്നവരാണ്. 1. 2, അവർക്ക് വിദ്യാഭ്യാസം പലർക്കും വേണ്ടത്ര ഇല്ല. പലരും ട്രൈബൽ, അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ഇതിന്റെ നൂലാമാലകളെ പറ്റി ധാരണയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ മുതലെടുത്ത് ഒരു വ്യാജ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കാത്ത ഒരു ഉത്തരവ് എങ്ങനെയോ സംഘടിപ്പിച്ച് അത് കൊണ്ടുവന്ന് അവരെ കാണിച്ച് മോഹിപ്പിച്ച് അവരെ പെർമിഷനോടുകൂടി മരം മുറിക്കുകയാണ്. ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യുന്നു ഗവൺമെന്റ്. അതിനുശേഷം ഈ മരം മുറിക്കാൻ അനുവാദം കൊടുത്ത കൃഷിക്കാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗവൺമെന്റ് അവർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് വാഗ്ദാനം കൊടുക്കുന്നു. ഈ മരമുറിക്കാർക്കെതിരെ കേസെടുക്കുന്നു. ആ കേസ് തന്നെ നിലനിൽക്കുമെന്ന് കണ്ടറിയണം. കാരണം ഉത്തരവിന്റെ ബലത്തിലാണ് അവർ മുറിച്ചത്. സത്യത്തിൽ ഇതിൽ 1-ാം പ്രതി ആവേണ്ടത് ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ സാക്ഷികളാണ്. അവര് കഴിഞ്ഞിട്ട് ഈ മരം മുറിച്ച ആൾക്കാർക്ക് പോലും പങ്കുള്ളൂ. കാരണം ഒരു ഉത്തരവുണ്ടല്ലോ അവിടെ. നാളെ കോടതി പോയാൽ ആ ഉത്തരവ് വാലിഡ് ആയ ഉത്തരവാണ്, അതായത് അത് നിലനിർത്ത കാലത്തോളം കാലം വാലിഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും ഈ മരമുറി മാഫിയ രക്ഷപ്പെടും. പക്ഷെ ഉദ്യോഗസ്ഥന്മാര് അവരിപ്പോ സാക്ഷിയായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയില്ല. ഈ ഉത്തരവ് ഒരിക്കലും ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളും ആശ്വാസനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവരുടെ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല, അവർക്ക് ഈ നഷ്ടപരിഹാരം, മരത്തിന്റെ വില ഇതൊക്കെ കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരുടെ അടുത്ത് ഈടാക്കാൻ പോയാൽ അവിടെ ആത്മഹത്യകൾ വരെ നടന്നേക്കും. അത്ര ദയനീയമാണ് കൃഷിക്കാരുടെ സ്ഥിതി. അതുകൊണ്ട് വലിയ ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കെതിരെ ഒരു നടപടിയില്ല. അവർ കേസിൽ പ്രതിയല്ല, സാക്ഷികൾ മാത്രമാണ്. അതുകൊണ്ട് ഈ കേസിൽ തുടരന്വേഷണം വേണം. ശ്രീ പത്മനാഭൻ, ഇക്കാര്യത്തിൽ അന്ന് ഉത്തരവിറക്കിയ റവന്യൂ സെക്രട്ടറി ഇന്ന് ചീഫ് സെക്രട്ടറിയാണ്. അതാണല്ലോ കേരളത്തിൽ സംഭവിക്കുന്നത്. ഏറ്റുമാനൂർ അമ്പലത്തില് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ വലിയ തട്ടിപ്പ് നടത്തിയ ആള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമലയിൽ എത്തിയല്ലോ.
എന്നിട്ട് അയാളെ ഒന്നായി വിഴുങ്ങാൻ വേണ്ട നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിൽ വരെ എത്തി. അപ്പോ നല്ല കാര്യമാണല്ലോ നടക്കുന്നത്. അതായത് ചെറിയ തോതിൽ കക്കാൻ അറിയും എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ തോതിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ ഭംഗിയായി നടത്താൻ പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രമോഷൻ കൊടുത്ത് വലിയ പദവിയിലേക്ക് ഇരുത്തുകയാണല്ലോ. അപ്പോ ഈ സർക്കാരിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ, സർക്കാർ വിരുദ്ധമായ, ദേശവിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നത്. ഇവർ ഒരു ഉത്തരവ് ഇറക്കിയത് കൊണ്ടാണല്ലോ മരങ്ങളൊക്കെ മുറിച്ചു പോയത്. ഇല്ലെങ്കിൽ ഇത് മുറിച്ചു പോവായിരുന്നോ? ഉത്തരവ് ശരിയോ തെറ്റോ തീരുമാനിക്കേണ്ടത് കൃഷിക്കാരല്ല, മരം മുറിക്കാരും അല്ല. ഒരുപക്ഷെ മരം മുറിക്കാർ സ്വാധീനിച്ചിട്ടായിരിക്കും ആ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടാവുക. പക്ഷെ ശരിയോ തെറ്റോ തീരുമാനിക്കേണ്ട സർക്കാർ. ഈ സർക്കാരിന് ഇതൊന്നും നോക്കാൻ നേരല്ലേ? ഈ ഉത്തരവ്, ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങാൻ പാടുണ്ടോ? അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നടക്കുന്നത് വലിയ തോതിലുള്ള ജനവിരുദ്ധ, ദേശവിരുദ്ധ, സംസ്ഥാനത്തിലെ സർക്കാരിന് തന്നെ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.